കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വനിതാ PG ഡോക്ടറെ അപായപ്പെടുത്താൻ ശ്രമമെന്ന് പരാതി. കാറിൽ പിന്തുടർന്നെത്തിയ ചിലർ കാറിൽ കയറാൻ ആവശ്യപ്പെടുകയായിരുന്നു. ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുന്നതിനിടെ 4-ാം തീയതിയായിരുന്നു സംഭവം. പ്രിൻസിപ്പൽ പോലീസിന് പരാതി കൈമാറി. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, എന്തായിരുന്നു സംഭവം? 4-ാം തീയതി വൈകിട്ട് 8 മണിക്ക് ശേഷം 8:45 കാഷ്വാലിറ്റിയിൽ നിന്ന് പുതിയ PG ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ വനിതാ PG ഡോക്ടർക്ക് ഇത്തരത്തിൽ ഒരു അപായം സംഭവിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത്. കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് അസോസിയേഷനാണ് പ്രിൻസിപ്പാളിന്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പ്രിൻസിപ്പാളിന് പരാതി നൽകിയിട്ടുള്ളത്. ആ പോകുന്ന വഴിയിൽ, അതായത് കാഷ്വാലിറ്റിയിൽ നിന്ന് പുതിയ PG ബ്ലോക്കിലേക്ക് പോകുന്ന വഴിയിൽ CCTVകളോ അല്ലെങ്കിൽ തെരുവ് വിളക്കുകളോ ഒന്നുമില്ല. ആ പോകുന്ന വഴിയിൽ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ കൂടുതൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോ ഒന്നുമില്ല. ആ ഭാഗത്ത് കാറിലെത്തിയ കുറച്ചാളുകൾ, അവരെ തിരിച്ചറിയാൻ ഈ വനിതാ PG ഡോക്ടർക്ക് സാധിച്ചിട്ടില്ല. കാറിലെത്തിയ അൺഐഡന്റിഫൈഡ് പേഴ്സൺസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നും പിന്നീട് അവരിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സുരക്ഷ സംബന്ധിച്ച പ്രത്യേക യോഗം ചേരുന്നുണ്ട് 3 മണിക്ക്. ഈ കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് അസോസിയേഷൻ നൽകിയ പരാതിയിൽ അവർ ആവശ്യപ്പെടുന്ന 3 കാര്യം പ്രധാനമായിട്ടും: ഒന്ന്, ഈ ഭാഗത്ത്, അതായത് ഈ കാഷ്വാലിറ്റിയിൽ നിന്ന് PG ബ്ലോക്കിലേക്ക് പോകുന്ന ഭാഗത്ത് കൂടുതൽ CCTVകൾ സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പുവരുത്തണം. അവിടെ കൂടുതൽ തിരവൊഴുക്കുകൾ സ്ഥാപിക്കണം. സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കണം എന്നുമുള്ള കാര്യമാണ് പറയുന്നത്. ആ പരാതിയിൽ തന്നെ അവർ മുന്നോട്ടേക്ക് വെക്കുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇത് കേവലം ഈ ഉദ്യോഗസ്ഥരെ മാത്രം ബാധിക്കുന്ന, അല്ലെങ്കിൽ PG ഡോക്ടേഴ്സിനെ മാത്രം ബാധിക്കുന്ന ആളുകളല്ല, സ്റ്റുഡൻസ് ആയ ആളുകളെയും രോഗികളെയും ഉൾപ്പെടെയുള്ള ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. അതിനാൽ തന്നെ രാത്രി മയങ്ങിക്കഴിഞ്ഞാൽ ഈ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ കുറവായ പരിമിതമായ സ്ഥലത്ത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് ഈ പരാതിയിൽ അവർ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇപ്പോൾ എന്തായാലും മെഡിക്കൽ കോളേജ് പോലീസിലേക്ക് ഈ പരാതി പ്രിൻസിപ്പാളെ കൈമാറിയിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.